പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ട ബദരീങ്ങളുടെ ആണ്ട് ദിനം വരുന്നത് അല്ലേ? ബദരീങ്ങളുടെ ആണ്ട് 17-ാം രാവ്. നമ്മൾ മനസ്സിൽ കരുതി വെക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി കൃത്യമായി ഇൻഷാ അള്ളാഹ് നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. ആരാണ് ബദരീങ്ങൾ? എന്താണ് അവർക്കുള്ള ശ്രേഷ്ഠത? അവരുടെ മഹത്വം എത്രമാത്രമുണ്ട്? വിശാലമായ ചർച്ച ഇൻഷാ അള്ളാഹ് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കൂടാതെ ആ ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി ചൊല്ലിയ അത്ഭുതപ്പെടുത്തുന്ന 4 ദിക്റുകൾ, 4 മഹത് വചനങ്ങൾ, അതും നമുക്കും ഇന്നു തൊട്ടേ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാം പറയുന്ന ഈ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല ബദരീങ്ങളോടൊപ്പം നമ്മയും സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അതുപോലെ തന്നെ ഉള്ള കാലത്തോളം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മുഅ്മിനായി മരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, റമദാനിനെ നമ്മൾ 2ആക്കി മാറ്റിയാൽ അതിൻ്റെ പകുതിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിലാണ് ദിനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10ലാണ്. ആ 10ൻ്റെ ദിനരാത്രങ്ങൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞു പോവുകയാണ്. നമ്മൾക്ക് ഒരുപാട് അല്ലാഹുവിലേക്ക് മഗ്ഫിറത്ത് ചോദിക്കുന്നുണ്ട്. അല്ലാഹു തആല അവൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്ന, അവൻ്റെ പാപമോചനം കിട്ടുന്ന നല്ല അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസീർ. എന്താണ് അതിൻ്റെ അർത്ഥം? അനിഷ്കുർലി, അല്ലാഹ് പറയുന്നു, അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. അല്ലാഹ് പറയുവാണ്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. എനിക്ക് മാത്രം പോരാ, വലിവാലിദൈക്, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നന്ദി ചെയ്യണം. അപ്പോൾ അള്ളാഹുവിനെ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറയുന്നു, എനിക്ക് മാത്രം പോരാ, നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഉമ്മ വാപ്പ, അവർക്കും നിങ്ങൾ നന്ദിയുള്ളവരാവണം. കാരണം അവരിലൂടെയാണ് നിങ്ങൾക്ക് ഇന്ന് കാണുന്ന നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടായത്, അതുപോലെ അന്ന് നിങ്ങൾ ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ നിങ്ങളെ നോക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും പല രസങ്ങളും പല നിഅമത്തുകളെല്ലാം. അതുകൊണ്ട് ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തൊക്കെ വിശദീകരിച്ചിട്ട് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, ഞാൻ എൻ്റെ വല്ലുപ്പയോടും എൻ്റെ വല്ലുപ്പാടെ കുടുംബത്തോടും ഞാൻ കടമപ്പെട്ടവനാണ്. അപ്പോൾ ആയിഷ ബിബി ചോദിച്ചു, നബിയെ, ആരാണ് നിങ്ങളുടെ വല്ലുപ്പ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്, അതുപോലെ ഹാജറ ബീവിയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അതാണ് എൻ്റെ വല്ലുപ്പയും വല്ലുപ്പാടെ കുടുംബവും. കാരണം അവർ കാരണമാണ്, ആ വല്ലുപ്പയും വല്ലുപ്പയുടെ കുടുംബവും കാരണമാണ് ഈ മക്കയായത്, ഈ പരിശുദ്ധമായ കഅബ ഇവിടെ ഉണ്ടായത്, ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ, ഹജ്ജിൻ്റെ അമലുകൾ ഉണ്ടായത്, സംസം വെള്ളവും സൊഫ, മറുവ, ജംറകൾ, മഖാമു ഇബ്രാഹിം, ഉളുഹിയ്യത്ത് തുടങ്ങി എല്ലാം ഇന്ന് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആ അമലുകളൊക്കെ ഉണ്ടായത് എൻ്റെ വല്ലുപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ കുടുംബവും അന്ന് അവർ സഹിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മുൻഗാമികളെ നമ്മൾ ബഹുമാനിക്കുക. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ, അത് നമ്മുടെ വാപ്പയാവട്ടെ വല്ലുപ്പയാവട്ടെ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, ആദരിക്കണം. അവരെ പറ്റി നമ്മൾ നല്ലത് പറയണമെന്നാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം. ഈ പറയുന്ന ഞാൻ, അർഷദ് എന്ന് പറയുന്ന ഞാനും, കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടാവാം, അബൂബക്കർ ഉണ്ടാവാം, അതുപോലെ നൗഷാദ് ഉണ്ടാവാം, നവാസ് ഉണ്ടാവാം, അബ്ദുൽ ഖാദർ ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്.
അതുപോലെ തന്നെ ഉമ്മമാരിൽ ആയിഷയുണ്ട്, ഉമ്മുക്കുൽസു ഉണ്ട്, നബീസ ഉണ്ട്, അതുപോലെ തന്നെ സൈനബ ഉണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. അപ്പം നമ്മളൊക്കെ ഈ ഒരു ഇസ്ലാമിൻ്റെ ലേബലിൽ, ഇസ്ലാമിൻ്റെ ടൈറ്റിലിൽ അറിയപ്പെടാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ മുസ്ലിം ആവാൻ, നമ്മളൊക്കെ ഇസ്ലാമാവാൻ, മുസ്ലിം ആവാൻ കാരണം, നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി ഇവിടെ ഉണ്ടാവാൻ കാരണം, ഞാനിങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ, ഈ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള കാരണം, നിങ്ങളത് കേൾക്കാനുള്ള കാരണം, നമ്മൾ കാണുന്ന പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, അതുപോലെ പരിശുദ്ധമായ ഇന്ന് നമ്മൾ ഓതുന്ന വിശുദ്ധമായ ഖുർആൻ, അല്ലേ, അതുപോലെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ഇതൊക്കെ ഇവിടെ ഉണ്ടാവാനുള്ള കാരണം അതാരാണ്? നമ്മുടെ മുൻഗാമികളാണ്. ആരാണ് ആ മുൻഗാമികൾ? അത് മറ്റാരുമല്ല, ബദരീങ്ങളാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്സുഹാബുൽ ബദർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹത്തുക്കളായ ആ സ്വഹാബിമാർ കാരണമാണ് നമ്മളെല്ലാം ഇന്ന് ഇവിടെ ഇങ്ങനെ മുസ്ലിമായി ഒരുമിച്ച് കൂടാനുള്ള കാരണം. നമ്മുടെ ഈമാൻ അവരോട് കടപ്പെട്ടതാണ്, നമ്മുടെ സമ്പത്ത് അവരോട് കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ജീവൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഓരോ ശ്വാസവും അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർ ഒഴുക്കിയ വിയർപ്പും അവരുടെ രക്തവും അവരുടെ ത്യാഗവും അവരുടെ ദാഹവും അവരുടെ വിശപ്പും ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ മുസ്ലിമായിട്ടുണ്ടാവില്ല, നിങ്ങളിങ്ങനെ മുസ്ലിമീങ്ങളായിട്ടുണ്ടാവില്ല, നമ്മുടെ പള്ളികൾ കാണില്ല, നമ്മുടെ ഖുർആൻ നമുക്കുണ്ടാവില്ല, നമ്മളൊക്കെ ഏതോ ആളായി മാറിയേനെ. നമ്മളൊക്കെ മുസ്ലിം ആവാനുള്ള കാരണം ആ ബദരീങ്ങൾ, ആ ബദർ യുദ്ധം, ആ ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് അവർ ഒഴുക്കിയ ത്യാഗങ്ങളും അവരുടെ ആ ഒരു വിശപ്പും അവരുടെ ദാഹവും അവരുടെ ആത്മാർത്ഥതയും ആണ് നമ്മളൊക്കെ ഇന്ന് മുസ്ലിമായി ഇവിടെ ഉണ്ടാവാൻ കാരണം. ബദർ ദിനം വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ബദരീങ്ങളുടെ സ്മരണയിലേക്ക് പോവുകയാണ്. പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത്. മഗ്ഫിറത്ത് കിട്ടി ബദരീങ്ങളെ അനുസ്മരിക്കുന്ന പുണ്യമായ ഒരു 10 ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ബദരീങ്ങൾ അതാരാണ്? ബദരീങ്ങൾ ആരാണ്? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹത്തുക്കളായ സ്വഹാബിമാരാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി ഏകദേശം 313 ആളുകളാണ്. ആ 313 ആളുകൾ എന്ന് പറഞ്ഞാൽ വെറും നിസാരക്കാരല്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, നബിയേ, ഞങ്ങൾ മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എല്ലാ മലക്കുകൾക്കും ഒരേപോലെയല്ല അല്ലാഹു തആല സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ചില മലക്കുകൾക്ക് മറ്റു ചില മലക്കുകളേക്കാൾ സ്ഥാനങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പദവിയുള്ളത് ആർക്കാണെന്നറിയോ? അത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ട്, ജിബ്രീൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഏറ്റവും വലിയ പദവി കൊടുത്തിട്ടുള്ളത് അത് സ്വഹാബിമാർക്കാണ്. ആ സ്വഹാബിമാരിൽ ഏറ്റവും കൂടുതൽ പദവിയുള്ളത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത, ബദർ സമരത്തിൽ പങ്കെടുത്ത, ബദർ പോരാട്ടത്തിൽ പങ്കെടുത്ത 313ഓളം വരുന്ന സ്വഹാബിമാർക്കാണ്. അതായത് 77 മുഹാജിരീങ്ങൾ, 236 അൻസ്വാരീങ്ങൾ. 77 മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും ഉള്ളതെല്ലാം വിറ്ററിന്, ഒന്നും കയ്യിലില്ല, ജീവനും ശ്വാസവും മാത്രം കൈമുതലാക്കി മദീനയിലേക്ക് കടന്നു വന്ന, ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാതെ മദീനയിലേക്ക് കടന്നു വന്ന സ്വഹാബിമാരിൽ 77ഓളം വരുന്ന മുഹാജിരീങ്ങൾ. അതുപോലെ തന്നെ ഈ മുഹാജിരീങ്ങളായ സ്വഹാബിമാർ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ആ കടന്നു വന്ന സ്വഹാബിമാരെ സ്വീകരിക്കാൻ, കയ്യും മെയ്യും മറന്ന് സ്വീകരിക്കാൻ തയ്യാറായ മദീനയിലുണ്ടായിരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരിൽ 236ഓളം വരുന്ന ആളുകൾ, ഇവരാണ് ബദറിൽ പങ്കെടുത്ത, ബദർ യുദ്ധത്തിൽ, ബദർ സമരത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾ. ഈ ബദരീങ്ങളെയാണ് നമ്മൾ സ്മരിക്കുന്നത് ഓരോ വർഷവും, അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ബദരീങ്ങളുടെ പേരിൽ ആണ്ട് നേർച്ച നടത്താറുണ്ട്. അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതാറുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്, അല്ലേ? 17-ാം രാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞാലാണ് മനസ്സിലാവുക. ഇപ്പം തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ എടുത്തു നോക്കിയാൽ ബദരീങ്ങളുടെ ആണ്ടിലേക്ക് നേർച്ച സംഭാവന സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാകും, അല്ലേ? ആരാണ് ബദരീങ്ങൾ? ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരില്ലായിരുന്നുവെങ്കിൽ നമ്മളുമില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. അവരില്ലെങ്കിൽ നമ്മളില്ല. നമ്മളുണ്ടാകും, പക്ഷേ നമ്മൾ ഈ ഒരു പേര്, അർഷദ് എന്ന പേരിലായിരിക്കില്ല ചിലപ്പോൾ ഞാൻ ഉണ്ടാവുന്നത്, വേറെ ഏതെങ്കിലും പേരിലായിരിക്കും.
വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ആളായിട്ടായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ആമീൻ. അല്ലേ, നമുക്കൊക്കെ ഈ മുസ്ലിം എന്ന ടൈറ്റിൽ കിട്ടാനുള്ള കാരണം ഇസ്ലാം ഇല്ല, ഇസ്ലാം ഇനി ഉണ്ടാവില്ല. കാരണം ആ ഒരു യുദ്ധത്തിൽ, ആ ഒരു സമരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ 313ഓളം വരുന്ന സ്വഹാബിമാരും പരാജയപ്പെട്ടു പോയെങ്കിൽ പിന്നെ ദീൻ അവിടെ ഇല്ലെന്നാണ്, ഇസ്ലാം അവിടെ ഉണ്ടാവില്ല. അത്രമാത്രം പ്രതിസന്ധി ഘട്ടമായിരുന്നു എന്നാണ്. അള്ളാഹു താല അവരെ സംരക്ഷിച്ചു. അള്ളാഹു താല അവർക്ക് ഈമാൻ ഇട്ട് കൊടുത്തു. അവർ അതിൽ ഏകദേശം 313ഓളം വരുന്ന സ്വഹാബിമാർ, അപ്പുറത്ത് ആരാണ്? അപ്പുറത്ത് ഈ 313ഓളം സ്വഹാബിമാരിലെ അപ്പുറത്ത് നിൽക്കുന്നത് മുശ്രിക്കീങ്ങളാണ്, അല്ലേ, സത്യനിഷേധികളാണ്. 950ഓളം ആളുകളാണ്, അതായത് 2 ഇരട്ടി ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവരോടാണ് ധർമ്മസമരം ചെയ്യുന്നത്, അവരോടാണ് പോരാടുന്നത്. അള്ളാഹു തആല വിജയം കൊടുത്തു, ഒരുപാട് രൂപത്തിൽ വിജയം കൊടുത്തു. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട, ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച നാളത്തെ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് രചനകളുണ്ട്. ബദരീങ്ങളെ പറ്റിയുള്ള മൗലിദുകളുണ്ട്, മാലകളുണ്ട്, ബൈത്തുകളുണ്ട്, അവരെ പറ്റിയുള്ള ചരിത്രങ്ങളുണ്ട്, കിസ്സകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്, അല്ലേ. ബദരീങ്ങൾ, അത് ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഒരു ആവേശമാണ്, ഒരു ആവേശമാവണം. ആവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തന്നെ യുദ്ധത്തിന് പോകണം, അങ്ങനെയല്ല, ആവേശമല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി ബദർ ആണ്ട് വരികയാണ്. അതിനു മുമ്പ്, അല്ലെങ്കിൽ അന്നും അതിനു മുമ്പും ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളുണ്ട്. ബദർ ദിനം വരുന്നു, അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഒരുക്കി വെക്കേണ്ട, ഇപ്പോഴേ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട ഒരു 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോവാം. ഒന്നാമതായി പറയാനുള്ളത്, ബദർ ദിനം വരികയാണ്, ബദരീങ്ങളുടെ ആണ്ട് വരികയാണ്. ആരാണ് ബദരീങ്ങൾ? നമ്മൾ പറഞ്ഞു, അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ആ ഒരു ത്യാഗം നമ്മൾ പറഞ്ഞു. അവരില്ലെങ്കിൽ നമ്മളില്ല, അവർ ഉള്ളത് കൊണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇന്നിവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരെ അനുസ്മരിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ഒന്നാമതായി മഹത്തുക്കൾ പറയുകയാണ്, ദിക്റുൽ അംബിയാഇ ഇബാദ. അമ്പിയാക്കന്മാർ, പ്രവാചകന്മാരെ പറ്റി പറയുക, പ്രവാചകന്മാരെ പറ്റി പറയുന്നത് കേൾക്കുക, അതെന്താണ്? ഇബാദത്തിന് തുല്യമാണ്. പിന്നെയോ വദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്. സ്വാലിഹീങ്ങളായ ആളുകൾ അതാരാണ്? സ്വഹാബിമാർ, ഔലിയാക്കന്മാർ, താബിഈങ്ങൾ, ഇമാമുമാർ, നമ്മുടെ മുൻഗാമികൾ, മഹത്തുക്കൾ, അവരെപ്പറ്റി, നല്ല ആളുകൾ, അവരെപ്പറ്റി, സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി പറയുക, അവരെപ്പറ്റി പറയുന്നത് കേൾക്കുക. അതെന്താണ്? കഫാറത്തു ദുനൂബ്, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണ്. പിന്നെയോ വദിക്റുൽ മൗത്തി സ്വദഖത്തുൻ, മരണത്തെപ്പറ്റി ഒന്ന് ഓർക്കുക, അതെന്താണ്? സ്വതക്ക കൊടുത്തതിന് തുല്യമാണ്. വദിക്റുൽ ഖബർ, ഖബറിനെ പറ്റി ഓർക്കുക, അതെന്താണ്? യുഖർരിബുക്കും മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി നിങ്ങൾ പറയും, അതെന്താണ്? നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്വഹാബിമാരാണ്. അവരെ കവച്ചു വെക്കുന്ന വേറൊരു സ്വാലിഹീങ്ങളുമില്ല. ആ സ്വഹാബിമാരിൽ ഏറ്റവും പദവിയുള്ള ആളുകളാണ് ബദരീങ്ങൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർ. ആ ബദരീങ്ങളെ പറ്റി പറയുക, അവരെ പറ്റി പറയുന്നത് കേൾക്കുക. ഇപ്പം നമ്മുടെ ഈ സദസ്സ് തന്നെ ബദരീങ്ങളെ പറ്റി പറയുന്ന സദസ്സാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റി പറയുന്നത് കേൾക്കുക, അവരെ പറ്റിയുള്ള ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയുക. അതൊക്കെ എന്താണ്? ഇബാദത്താണ്, ഇബാദത്തിന് തുല്യമാണ്. മാത്രമല്ല നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും കാരണമാണ്. അതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ യൂട്യൂബൊക്കെ എടുത്താൽ എത്രയോ ഉസ്താദുമാർ വാദു പറയുന്നു, എത്രയോ ക്ലാസ്സുകൾ പറയുന്നു. അപ്പോൾ നമ്മൾ തന്നെ പറയുന്നു, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ബദരീങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താ, ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കുന്നത് എന്താണ്? നമ്മൾ ഇത്രയും ദിവസം കേട്ട ക്ലാസ് പോലെയല്ല. കാരണം ഇത് റമദാനാണ്. റമദാനിൽ ഒരു ദീനിയായ മജ്ലിസിലിരുന്നാൽ തന്നെ വലിയ പ്രതിഫലമാണ്. അത് ബദരീങ്ങളെ പറ്റി പറയുന്ന മജ്ലിസിലിരുന്നാലോ ഒരുപാട് പുണ്യമാണ്. അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. അതൊന്നും വെറുതെ കേട്ടാൽ മതി. അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അതൊന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരൊക്കെ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചു. ഞാൻ നിങ്ങളൊക്കെ AC റൂമിലിരുന്നു, അല്ലേ, AC കാറിൽ സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള എത്രയോ ആളുകൾ ഗസയിൽ, ഫലസ്തീനിൽ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള എത്രയോ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശിലും ആസാമിലും ബീഹാറിലൊക്കെ എത്രയോ മുസ്ലിമീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, കഷ്ടതയിലാണ്.
കഷ്ടതയൊന്നും പറഞ്ഞാൽ തീരില്ല, അങ്ങോട്ട് കിടക്കുന്നില്ല തൽക്കാലം. അല്ലാഹു തആല എല്ലാവർക്കും സമാധാനവും സന്തോഷവും റാഹത്തും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ആ ബദരീങ്ങൾ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അതൊക്കെ ഒന്ന് സ്മരിക്കുക, അതൊന്ന് ഓർക്കുക. അതെന്താണ്? നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. മഗ്ഫിറത്തിന്റെ പത്തിലാണ് നമ്മളുള്ളത്. പാപങ്ങൾ പൊറുക്കാനുള്ള വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് ഈ ബദരീങ്ങളെ സ്മരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് കഴിയുന്ന എല്ലാവരും നമ്മുടെ വീട്ടിൽ ബദർ മൗലിദ് ഒരു ഹിക്കായത്തെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ഉസ്താദെ ബദർ മൗലിദ്? ബദർ മൗലിദ് എന്താണ്? ബദർ മൗലിദ് ആരാണ് രചിച്ചത്? ബദർ മൗലിദിൻ്റെ ഉള്ളടക്കം എന്താണ്? വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ നമ്മുടെ സമയം അതിക്രമിച്ചു പോകും, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. ബദർ മൗലിദ് ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മഹത്വവും അവരെപ്പറ്റി വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും മറ്റ് ചരിത്ര കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീരകഥകളുണ്ട്. ഖുർആൻ അവരെപ്പറ്റി സ്മരിച്ചിട്ടുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അവരെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പദ്യ ഒരു സമാഹാരമാണ് ബദർ മൗലിദ്. ആ ബദർ മൗലിദ് ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മുടെ വീടുകളിൽ ഒരു ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗദ്യം, അതിനുശേഷമുള്ളൊരു പദ്യം, അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം അത് പാരായണം ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബദർ മൗലിദ് എന്ന് പറഞ്ഞാൽ അത് ഏതോ തലക്കെട്ടൻ ഉസ്താദ് ഉണ്ടാക്കിയതാണ് ബദർ മൗലിദ് എന്നൊന്നും നിങ്ങൾ വിചാരിച്ച് ആരും അങ്ങനെ തള്ളിക്കറിയാം. നമ്മളാരും അങ്ങനെ ചെയ്യൂല. അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. അവരുടെ അങ്ങോട്ടൊരു ചർച്ചയും നമ്മൾ നടത്തുന്നില്ല. കാരണം നമുക്ക് അങ്ങോട്ട് ചർച്ച ചെയ്യാൻ നേരമില്ല. നമുക്കിപ്പോൾ മുഅ്മിനീങ്ങളായ നമ്മൾക്ക് ബദരീങ്ങളെ സ്മരിക്കാൻ, അവരെപ്പറ്റി പറയാനുള്ള ടൈമാണ്. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ വേറെ അനാവശ്യമായ ചർച്ചയിലേക്കൊന്നും പോകേണ്ട, അതങ്ങനെയാണോ ഇങ്ങനെയാണെന്നോ അങ്ങോട്ടൊന്നും പോകുന്നില്ല, പോയിട്ടും കാര്യമില്ല. നമുക്കെന്താണ്? നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച റൂട്ടുണ്ട്, നമ്മൾ അതാണ് പറയുന്നത്. അപ്പോൾ ബദരീങ്ങൾ അവരാരാണെന്നും ഈ ബദരീങ്ങൾ നമ്മുടെ ദീനിന് വേണ്ടി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു എന്നും നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല ആളുകൾ പറയുന്നത്. ഇത് നബി തങ്ങളുടെ കാലം മുതലേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണ സദസ്സിലേക്ക് പോവുകയാണ്, ഒരു കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു സ്വഹാബിയുടെ കല്യാണത്തിന് തലേന്നാണ് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വലിയ സന്തോഷം, ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെ പാട്ട് കേൾക്കുന്നു, ഒരു ബൈത്ത് കേൾക്കുന്നു, ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നു ചെറിയ കുട്ടികൾ. അപ്പോൾ നബി തങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ അവർ പാടുന്നത്? അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളെ പറ്റിയുള്ള പാട്ടുകളാണ് പാടുന്നത്. ആ സമയത്ത് നബിതങ്ങൾ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ നബി എല്ലാവരും കണ്ടു, കുട്ടികൾ കണ്ടു. അപ്പോൾ തന്നെ അവർ റൂട്ട് മാറ്റി, ബദരീങ്ങളെ പറ്റി പാടുന്ന പാട്ടൊന്നും മാറ്റിയിട്ട് നബിയെ പറ്റി പാടാൻ തുടങ്ങി. ഇങ്ങനെ പാടാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു നബിയുണ്ട്, ആ നബി റഹ്മത്തിന്റെ നബിയാണ്, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരുന്ന നബിയാണ്, നാളെയുള്ള കാര്യങ്ങൾ അറിയുന്ന നബിയാണ്. ഇങ്ങനെ നബിയെപ്പറ്റി ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എന്നെപ്പറ്റി തൽക്കാലം ഇപ്പോൾ പാടണ്ട, നിങ്ങളെ ആരെപ്പറ്റിയാണോ പാടിക്കൊണ്ടിരുന്നത്, ബദരീങ്ങളെ പറ്റിയല്ലേ, അത് തന്നെ നിങ്ങൾ പാടിയാൽ മതി. അങ്ങനെ വീണ്ടും കുട്ടികൾ എന്ത് ചെയ്തു? ബദരീങ്ങളെ പറ്റി ഇങ്ങനെ ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളുടെ ബൈത്തുകൾ, അവരെ പറ്റിയുള്ള ആ ഒരു നല്ല ഓർമ്മകൾ അവരിങ്ങനെ പാടിയെന്നാണ്. ഇതൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരെ പറ്റിയുള്ള ആ ഒരു സ്മരണ അത് പ്രധാനമായും നമ്മൾ നടത്തുന്നത് ബദർ മൗലിദിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ബദർ മൗലിദ് ഒരു ഹിക്കായത്തെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ ബദർ മൗലിദിൻ്റെ മുഴുവനായി നമ്മൾ ഓതുന്നില്ല, എന്നാലും ബർക്കത്തിന് വേണ്ടി, അവരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒരു ഹിക്കായത്ത് മൗലിദ് ഓതും. അതുപോലെ തന്നെ പിന്നെ അവസാനം ബദരീങ്ങളുടെ 313 പേരുടെയും പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ബൈത്തൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പാരായണം ചെയ്യണം. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി അതിപ്പോൾ 17-ാം രാവിൻ്റെ അന്ന് ചൊല്ലാം, അതുപോലെ തന്നെ പകലിൽ ചൊല്ലാം. ഇപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ നോക്കിയാൽ പള്ളികളിലൊക്കെ ളുഹർ കഴിഞ്ഞ്, ചില പള്ളികളിൽ, അപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ളുഹർ കഴിഞ്ഞ ശേഷമാണ് ബദർ മൗലിദ് ഉള്ളത്. ചിലപ്പോൾ അസർ കഴിഞ്ഞുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ മഗ്രിബ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് തറാവീഹൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ബദർ എപ്പോഴാണോ ഉള്ളത് നമ്മുടെ പള്ളിയിൽ, നമ്മുടെ പരിസരത്തുള്ള പള്ളിയിൽ എപ്പോഴാണോ ആ മൗലിദിൻ്റെ സദസ്സുള്ളത് അതിൽ പങ്കെടുക്കൽ വളരെ പുണ്യമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമതായി പറയാനുള്ളത് അസ്മാ ഉൽ ബദർ, ബദരീങ്ങളുടെ പേര്. 313 ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് ഞാനൊന്ന് ചോദിക്കട്ടെ. ലോകത്ത് എത്രയോ യുദ്ധം നടന്നു. ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്ത ആ പടയാളികളുടെ പേര് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ?
ഇന്ന് എത്രയോ സംവിധാനങ്ങളുണ്ട്. 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, അതൊക്കെ പോട്ടെ, ചെറുതും വലുതുമായ എത്രയോ യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നു, മുമ്പ് നടന്നു കഴിഞ്ഞു. ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയോ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഉഹദ് യുദ്ധമുണ്ടായി, ഖന്തക്ക് യുദ്ധമുണ്ടായി, തബൂക്ക് യുദ്ധമുണ്ടായി, അല്ലേ? ഇങ്ങനെ എത്രയോ യുദ്ധങ്ങളുണ്ടായി, സമരങ്ങളുണ്ടായി. ഇതിലൊന്നും പങ്കെടുത്ത സ്വഹാബിമാരുടെ പേരുകൾ ഒരു സ്ഥലത്തും ഇങ്ങനെ കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ ബദരീങ്ങളുടെ പേര് കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. സംഭവം ഒരു ചെറിയ യുദ്ധമല്ലോ, കുഞ്ഞു യുദ്ധമല്ലോ എന്നൊക്കെ പക്ഷെ ആ കാന്താരിക്ക് എരിവ് കൂടുമെന്ന് പറഞ്ഞതുപോലെ ആ ചെറിയൊരു യുദ്ധം, ആ ചെറിയൊരു സമരം അതില്ലായിരുന്നെങ്കിൽ ഇസ്ലാമില്ല. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്ത, ആ സമരത്തിൽ പങ്കെടുത്ത, ആ പോരാട്ടത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്വഹാബിമാരുടെയും പേരുകൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ആ മഹത്തുക്കൾ പറയുന്നുണ്ട്, ഇന്ന ദുആ മുസ്തജാബുൻ, നമുക്ക് ബദർ മൗലൂദിൽ കാണാൻ പറ്റും, ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. ബദരീങ്ങളുടെ പേര്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാരുടെ പേരുകൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ബദരീങ്ങളുടെ പേര് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന ഏതെങ്കിലും ഒരു ദിവസം, പ്രത്യേകിച്ച് 17-ാം രാവിന് നമ്മുടെ വീട്ടിൽ, അല്ലെ, നമ്മുടെ ഇപ്പോൾ മൗലിദ് കിതാബൊക്കെ അല്ലേ, ഇപ്പോൾ നമ്മുടെ ഫോണൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ മൊബൈലിൽ PDF ഒക്കെ ഉണ്ടാവും, മൗലിദിൻ്റെ PDF ഉണ്ടാകും. അത് അവസാനത്തെ ഹിക്കായത്തിൽ ബദരീങ്ങളുടെ പേര് 313 ആളുകളുടെ പേര്, സ്വഹാബിമാരുടെ പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പേരും നമ്മളിങ്ങനെ പറഞ്ഞ് തർലിയത്ത് ചൊല്ലി, റളിയല്ലാഹു അൻഹു ചൊല്ലി അവസാനം നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കും, ഉറപ്പാണെന്ന് മഹത്തുക്കൾ നമുക്ക് രേഖപ്പെടുത്തി തരുകയാണ്. ഈ ബദരീങ്ങളുടെ പേര് അസ്മാഉൽ ബദർ 313 പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉസ്താദുമാരോടൊക്കെ, ഉസ്താദെ എൻ്റെ മോനിക്ക് ഇടാൻ വേണ്ടി വെറൈറ്റി പേര് വേണം, ആരും ഇടാത്ത പേര് വേണം എന്നൊക്കെ നമ്മൾ പേരുകൾ അന്വേഷിച്ച് നടക്കുന്നൊരു കാലമാണ്. യൂട്യൂബൊക്കെ തപ്പി നടക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെയുണ്ട് സ്വന്തം മക്കൾക്ക് ബദരീങ്ങളുടെ പേരിട്ട ആളുകൾ? അയ്യ ഉസ്താദ് ബദരീങ്ങളുടെ പേരെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അനസ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഇങ്ങനെയൊക്കെയല്ലേ റളിയല്ലാഹു അൻഹു. ആ പഴയ 5 പേര്, പഴഞ്ചാസൻ പേര്, ഉപ്പാപ്പമാരുടെ പേര്, അതൊക്കെയല്ലേ ആ ബദരീങ്ങളുടെ പേര്? ആര് പറഞ്ഞു? ആ ബദരീങ്ങളുടെ പേര് നിങ്ങൾ ഈ പ്രാവശ്യം ആ ഓരോ പേരും ഇങ്ങനെ എടുത്തു നോക്കുക, കിടുക്കച്ച് പേര് കാണാം. ഇന്നും നമ്മുടെ മക്കൾ കിട്ടാൽ ഒരു വെറൈറ്റി ആയി നിൽക്കുന്നു. അതിൻ്റെ അപ്പുറം ഇപ്പുറം മുഹമ്മദെന്നോ അഹമ്മദെന്നോ അല്ലെങ്കിൽ ആദമെന്നോ സെയ്നെന്നോ ഒക്കെ ഇട്ട് കൊടുത്തോ, കുഴപ്പമില്ല. അപ്പോൾ നല്ല വെറൈറ്റി പേരുകൾ, അത് അർത്ഥമുള്ള പേരുകൾ, ബദരീങ്ങളുടെ ബർക്കത്ത് കിട്ടുന്ന പേരുകൾ, അതൊക്കെ എത്രയോ ആൺകുട്ടികളുടെ പേരുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ നോക്കി അതിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്താൽ അത് വലിയ റാഹത്താണ്. ഇടുമ്പോൾ മക്കൾക്ക് പേരിടുമ്പോൾ സമയത്ത് ബദരീങ്ങളുടെ ബർക്കത്ത്, അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ എൻ്റെ മോനും ഉണ്ടാവണം, ആ നീയത്തിലൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് പേരിടാം. നല്ല വെറൈറ്റി പേരുകൾ ബദരീങ്ങളുടെ പേര്, ഒരു 10-25 പേര് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ബദരീങ്ങളുടെ പേര് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഏത് പേര് എൻ്റെ മോനിക്കിടാം, അല്ലെങ്കിൽ എന്താ പേരക്കുട്ടിക്കിടാം, അല്ലെങ്കിൽ അവർക്കിടാം, ഇവർക്കിടാം, നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അടിപൊളി വെറൈറ്റി പേരുകളുണ്ട്. 4-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഹറു ലൈലത്തുൽ ഖദ്രി ലൈലത 17 സ്വബാഹിയത ബദർ. 17-ാം രാവ് നമ്മൾ എന്തായാലും ദുആ ചെയ്യാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ബദരീങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതിയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള മൗലിദ് ഓതിയിട്ടോ നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. കാരണം ഈ 17-ാം രാവെന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റാവാൻ സാധ്യതയുള്ള രാവാണെന്നാണ്. ലൈലത്തുൽ ഖദ്റാവാൻ സാധ്യത. കാരണം എന്താ? 17-ാം രാവ് റമദാനിൻ്റെ ഒറ്റ രാവുകളിൽപ്പെട്ട ഒരു രാവാണ്. മാത്രമല്ല സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, ഇരുട്ടും വെളിച്ചവും, ഇസ്ലാമും കുഫറും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ തലേ ദിവസം, ആ തലേ രാത്രിയാണ് മലക്കുകൾ ആകാശ ലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, റഹ്മത്തിൻ്റെ മഴ പെയ്യുന്നത്. അപ്പോൾ അല്ലാഹു തആല ഭൂമിയിലേക്ക് ബദരീങ്ങളെ സഹായിക്കാനുള്ള സഹായങ്ങൾ ഇറക്കിയ രാത്രിയാണ്. ആ രാത്രി ദുആക്ക് ഇജാബത്തുള്ളതാണ്. അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പോലും പറഞ്ഞ ഉലമാക്കൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ മറന്നു പോകരുത്, ഇബാദത്തിലാവാൻ മറന്നു പോകരുത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 5-ാമത്തേത്, ബദരീങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പും ബദർ യുദ്ധക്കളത്തിലും അതിനുശേഷവും ആ ബദരീങ്ങളായ സ്വഹാബിമാർ അവരുടെ നാവുകൾ കൊണ്ട് ദിക്റുകൾ പറഞ്ഞിരുന്നു. ആ ദിക്റുകളുടെ പവറാണ് അവരുടെ യുദ്ധത്തിൽ അവർ കാണിച്ചു തന്നത്. ദിക്റുകൾ, ബദരീങ്ങൾ, ദിക്റുകൾക്ക് വല്ലാത്ത ശ്രേഷ്ഠതയാണ് അല്ലേ? ദിക്റുകൾ പറയുക, പ്രത്യേകിച്ച് ബദരീങ്ങൾ പറഞ്ഞ ദിക്റുകൾ പറയുക എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടി പഞ്ചാര കുന്നിന്മേൽ തേന്മഴ പോലെയാണ്.
ഒരുപാട് പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്തും അതിനു മുമ്പും ശേഷമൊക്കെ ഓരോ സ്വഹാബിമാരും വ്യത്യസ്തമായ ദിക്റുകളും ദുആകളും അവർ ചെയ്തിരുന്നു എന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നമുക്കറിയാവുന്ന ദിക്റാണ്. ഒന്ന് പറഞ്ഞേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പൂർണ്ണമായും ആ ദിക്ർ നമുക്ക് പറയാം. എങ്ങനെയാ പറയേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് എൻ്റെ കാര്യം ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവേ, നീ തന്ന ശക്തിയാണ്, നീ തന്ന കൂവത്താണ്, അല്ലാതെ ഞങ്ങൾക്കൊരു ശക്തിയുമില്ല, കൂവത്തുമില്ല. നീ ഉന്നതനാണ്, നീ എല്ലാം അറിയുന്നവനാണ്. ഈ ദിക്ർ ബദ്രീങ്ങൾ പറഞ്ഞ ദിക്ർ നമ്മളും പറയണം. അവർക്ക് കിട്ടിയ പോലത്തെ വിജയം നമുക്കും കിട്ടണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് പറഞ്ഞോ, ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്ന്. രണ്ടാമത്തേത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എന്ന് പറഞ്ഞേ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എനിക്ക് എൻ്റെ റബ്ബ് മതി, അല്ലാഹു മതിയായവനാൻ. ഓരോ സ്വഹാബിമാരും പറയുന്നു, അല്ലാഹ് മതി, അല്ലാഹു റസൂലും മതി, വേറെ ആരും വേണ്ട, കുടുംബം വേണ്ട, നാട് വേണ്ട, സമ്പത്ത് വേണ്ട, സന്താനങ്ങൾ വേണ്ട, ആരും വേണ്ട, അല്ലാഹ് മതി. ആ സമയത്ത് അവരുടെ ഈമാൻ അങ്ങനെയായിരുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പിന്നെയോ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർ, അവർ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവും അവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിക്ർ ഏതാണെന്നറിയോ? മൂന്നാമത്തെ അവരുടെ ആ ഒരു വാചകം ഏതാണെന്നറിയോ? ആ മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലെ, മുഅ്മിനീങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് സ്വഹാബിമാർ, അവരൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ കൊടികളിൽ എഴുതുന്ന വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവർ പറഞ്ഞ ദിക്റാൻ. എന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദിക്ർ നമ്മൾ അധികരിപ്പിക്കണേ. നാലാമതായി, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എങ്ങനെ? യാ ഹയ്യു യാ ഖയ്യൂം. ബദരീങ്ങളുടെ നാവിൽ നിന്ന് വന്ന ആ ധ്വനികളാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹ്, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ 4 ദിക്റുകൾ വമ്പൻ പ്രതിഫലങ്ങളുള്ള ദിക്റുകളാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ ഈ ദിക്റുകൾ നമ്മളിങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ആറാമതായി പറയാനുള്ളത്, ഇപ്പം തന്നെ നമ്മൾ ഒരുക്കി വെക്കണം എന്ത്? മൗലിദ് കിതാബുകൾ. നമ്മുടെ വീട്ടിൽ മൗലിദ് കിതാബ് ഉണ്ടാവും, എവിടെയൊക്കെ പൊടി പിടിച്ചിരിപ്പുണ്ടാവും. കഴിഞ്ഞ റബീഉൽ അവ്വലിന് ഓതിയിട്ട് നമ്മൾ മടക്കി വെച്ചതായിരിക്കും, അതൊന്ന് പൊടി തട്ടിയെടുക്കുക. അതുപോലെ തന്നെ എന്താണ്, മൊബൈലിലുണ്ടാകും. ഇപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ പ്ലേ സ്റ്റോറിൽ കയറിയാൽ മൗലിദ്, അല്ലേ, മൗലിദിൻ്റെ ആപ്പുകൾ കിട്ടും, ഒരുപാടുണ്ട്. പിന്നെ മൗലിദുകൾ, അതിൽ ബദർ മൗലിദ് ഉണ്ടാകും, അതുപോലെ തന്നെ ബദർ മാല ഉണ്ടാകും, ബദർ തവസ്സുൽ ബൈത്ത് ഉണ്ടാകും, അതുപോലെ മജ്ലിസുന്നൂർ, അതുപോലെ തന്നെ മഹ്ലറത്തുൽ ബദരിയ. ഇതൊക്കെ എന്താണ്? ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള, ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള പുണ്യമായ ദിക്റുകളാണ്, പുണ്യമായ ദുആകളാണ്, അവരുടെ സ്മരണകളാണ്, അവരുടെ ആ എല്ലാ ബറക്കത്തും നമുക്ക് കിട്ടാനുള്ള മഹത്തുക്കൾ എഴുതി വെച്ച പുണ്യമായ രചനകളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നത് ഏതാണോ അതെടുത്ത് നമ്മൾ പാരായണം ചെയ്യുക, അത് മറന്നു പോകരുതേ. അതാണ് ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏഴാമത്തേത്, ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് 17-ാം രാവിൻ്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും, അല്ലേ, ഫുഡ് കൊടുക്കുന്നു, അന്നദാനം, ഫുഡ് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പൈസ, ഒരു 313 പേരല്ലേ ബദരീങ്ങളിൽ പങ്കെടുത്തത്, 313 രൂപ നമ്മുടെ മക്കൾക്ക് എല്ലാ പ്രയാസങ്ങളും മാറാൻ, അല്ലെങ്കിൽ 3313 രൂപ. അങ്ങനെ എത്രയാണ് നമ്മളെ കൊണ്ട് സാമ്പത്തികമായി പറ്റുന്നത് അതെന്ത് ചെയ്യുക? നമ്മുടെ പള്ളിയിലേക്ക്, ആ ഒരു നേർച്ചയിലേക്ക്, ആ ഒരു ഭക്ഷണത്തിലേക്ക് കൊടുക്കുക. ചില ആളുകൾ പറയും, സാർ ഞങ്ങൾ അത്രയും പൈസ ഞങ്ങളുടെ കയ്യിലില്ല. വേണ്ട, നിങ്ങളുടെ കയ്യിൽ എത്രയാണോ? 100 രൂപയാണോ? 100 രൂപ കൊടുത്താൽ മതി. 50 രൂപയാണോ? 50 രൂപ കൊടുക്കാം. ഇനി പൈസ കൊടുക്കാനല്ല, അരി ഉണ്ടോ? അരി കൊടുക്കാം ഭക്ഷണം വെക്കാൻ. അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിൽ ഇറച്ചി സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളാണെങ്കിൽ അത് കൊടുക്കാം.
അതായത് ആ 17-ാം രാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളികളിലൊക്കെ സംഘടിപ്പിക്കുന്ന ഭക്ഷണ പരിപാടിയുണ്ട്, അന്നദാനം. അതിലൊക്കെ നമ്മുടെ ഒരു അധ്വാനം അതിലുണ്ടാവണം. അതിനി വിളമ്പി കൊടുക്കാൻ ആണെങ്കിൽ അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക, അല്ലെങ്കിൽ അത് പാക്ക് ചെയ്യാനുള്ള സഹായിക്കുക. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ ആ ഒരു ഭക്ഷണം. കാരണം ഒരുപാട് ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണത്, അതിലൊരു ബർക്കത്തുണ്ട് അല്ലേ. ബദരീങ്ങളുടെ ആണ്ടിന് കിട്ടുന്ന ചോറിനൊക്കെ പണ്ട് മുതലേ അതിന് വലിയ മഹത്വം കൽപ്പിക്കുന്നു. ഭക്ഷണത്തിനൊരു മഹത്വമുണ്ട്, പക്ഷേ ഇത് ആ നമ്മുടെ മുൻഗാമികളായ ആ മഹത്വക്കളെ സ്മരിച്ചുകൊണ്ട് അവരുടെ പേരിൽ നമ്മൾ കൊടുക്കുന്ന ആ അന്നദാനം അതിന് വലിയ പുണ്യമാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ നമ്മൾ ഭാഗവാക്കാകുക. പിന്നെ ഉമ്മമാർ എന്ത് ചെയ്യുക, ഉസ്താദേ ഞങ്ങൾക്കിപ്പോൾ പൈസ ഒന്നും കൊടുക്കാനില്ല, വേണ്ട, ഈ മറ്റേ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചീരണികൾ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ അപ്പം ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി കൊടുക്കാം. ചിലപ്പോൾ നോമ്പായ കൊണ്ട് അപ്പം കഴിക്കില്ല, ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, പാഴ്സലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു ചീരണിയോ ഒജീനമോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കലും പറ്റുമെങ്കിൽ, ഓരോ നാട്ടിലും ഓരോരോ സാഹചര്യമാണ്, അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഇനി 8ാമതായി പറയാനുള്ളത് തർക്കം ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊക്കെ പരിശുദ്ധ റമളാനിലാണ് നമ്മളൊക്കെ പുണ്യമായ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട ആ ഒരു പുണ്യ കർമ്മങ്ങളിലാണ് പല ആൾക്കാരും വരും. ആര് പറഞ്ഞു, നബിയുടെ കാലത്തുണ്ടോ, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ, ആര് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അവരോട് തർക്കിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ തർക്കിച്ചിട്ട് കാര്യമില്ലപ്പാ. ഇപ്പം നമ്മളിങ്ങനെ തെളിവുകളൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും തിരിച്ചിങ്ങോട്ട് വരുമോ? നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കുക. നമ്മൾ ആ സമയം കൂടി കുറിച്ച് ഇബാദത്ത് ചെയ്താൽ അതിന് പുണ്യം കിട്ടും. കാരണം നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇതിന് വേണ്ട തെളിവുകളും ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളും അതുപോലെ ബദർ മൗലിദുമായി ബന്ധപ്പെട്ട വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം പകൽ വെളിച്ചം പോലെ പരസ്യമാണ്. അപ്പോൾ വേണ്ട ആളുകൾക്ക് ഇപ്പോൾ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാൽ അതിന് വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സമയം കളയാൻ വേണ്ടി ഇങ്ങനെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമ്മൾ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അവരവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. 9ാമതായി ബദരീങ്ങളുടെ പേരിൽ ഒരു യാസീനെങ്കിലും ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം, പ്രത്യേകിച്ച് 17-ാം രാവിലെ നമ്മൾ ഓതാൻ പ്രത്യേകം ഒരു യാസീൻ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ, അല്ലെങ്കിൽ കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേര് 17-ാം രാവിന് ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്, ബദരീങ്ങൾക്ക് വേണ്ടി ഓതിയിട്ട് ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഖത്തം തീർത്തിട്ട് അവർക്ക് ഹദിയ ചെയ്യുക, അല്ലെങ്കിൽ മൗലിദ് ഓതിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഉസ്താദ് എന്താണ് ഈ ഹദിയ ചെയ്യുക? പലർക്കും അറിയില്ല എന്താണ് ഹദിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ യാസീൻ ഓതി ഹദിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ യാസീൻ ഓതുക, യാസീൻ ഓതി പടച്ച റബ്ബേ ഞാനൊരു യാസീൻ ഓതിയിട്ടുണ്ട്, അള്ളാഹുവേ ഇതിൻ്റെ പ്രതിഫലം ബദരീങ്ങളായ സ്വഹാബിമാർ, മുത്ത് റസൂൽ ഉൾപ്പെടെയുള്ള ആ പുണ്യരായ മഹത്തുക്കൾ, അവരുടെ ബർസഖിയായ ജീവനം, അവരിലേക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യലാണ്. ഇന്ന് ദുആരക്കലാണ് ഈ ഹദിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ചോദിക്കൂ, അപ്പോൾ അവരൊക്കെ ഏതായാലും സ്വർഗത്തിലാണ്, പിന്നെ നമ്മുടെ യാസീൻ കൊണ്ട് വേണോ അവർക്ക് രക്ഷപ്പെടാൻ? നമ്മുടെ യാസീൻ കൊണ്ടല്ല അവർ രക്ഷപ്പെടുന്നത്, അവർ ഓൾറെഡി രക്ഷപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ഓതുന്ന യാസീൻ കൊണ്ട് നമ്മളാണ് രക്ഷപ്പെടുന്നത്, നമുക്ക് വേണ്ടി ആ ഓതുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു ഫാത്തിഹയെങ്കിലും ആ ഒരു ഫാത്തിഹയെങ്കിലും ആ ഷഹീദായ ശുഹദാക്കൾക്ക് വേണ്ടി, അതിൽ പങ്കെടുത്ത ആ ബദരീങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യാൻ മറന്നു പോകരുത്. 10ാമതായി പറയാനുള്ളത് ലാസ്റ്റ് കാര്യം, ഇന്നക മഅമൻ അഹ്ബബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതായത് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് നീ സ്വർഗത്തിൽ. ബദരീങ്ങളെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും അവരെ വെറുക്കാൻ പാടില്ല, അവരെ വെറുക്കുന്നൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അവരെ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ടാൽ അവരുടെ കൂടെയാണ് സ്വർഗത്തിൽ. നാം ആരെയാണോ ദുന്യാവിൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് സ്വർഗത്തിലെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബദർ ദിനം വരികയാണ്, ബദരീങ്ങളുടെ ആണ്ട് വരികയാണ് എന്നാണെന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട 10 കാര്യം നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ കൂടെ, അവരുടെ കൂടെ നമുക്കും സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, മുത്ത് റസൂലിന് പൊരുത്തമുള്ള കാര്യങ്ങൾ, തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരണപ്പെടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അൽഹംദുലില്ലാ നമ്മുടെ വീഡിയോകൾക്ക് താഴെ പരിശുദ്ധ റമദാൻ 1 മുതൽ തന്നെ എത്രയോ ഉമ്മമാരും ഉപ്പമാരും ലക്ഷക്കണക്കിന് ആളുകളാണ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുള്ളത്. ഓരോ വീഡിയോക്ക് താഴെ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാ വീഡിയോക്കും കൂടി ലക്ഷക്കണക്കിന് ആളുകൾ അതേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പല പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു പടച്ചവനെ ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏതൊക്കെ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അള്ളാഹ്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ്. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റി കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് തരണേ അള്ളാഹ്. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.